ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് വിഷുവിൻ്റെ തലേന്നാണ് നമ്മൾ വ്ളോഗ് എടുക്കാൻ പോകുന്നത്. എല്ലാവരും ഉണ്ട്. അപ്പോൾ അപ്പോൾ നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നത്. ഇനി കുറേ പണിയുണ്ട്. നമ്മൾ പടക്കം പൊട്ടിക്കും, കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അപ്പം നമുക്ക് സ്റ്റേറ്റ് കൊണ്ട് കണ്ടുകൊണ്ടിരിക്കാം. പിന്നെ പതുണ്ട്. പത് ഈ ഹോസ്പിറ്റലിൻ്റെ സൂപ്പർവൈസറാണ്. ഹായ് സബ്സ്ക്രൈബേഴ്സ് ഓഫ് ആർമി ടൈൽസ് എല്ലാവരും ഗൈസ് കോളാക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പം നമ്മൾ ഞം തിന്നാൻ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് പോയിട്ട് ഡ്രസ്സൊക്കെ മാറി കുളിച്ച് പടക്കം പൊട്ടിക്കും. ഫുഡ് വന്നിട്ടോ. നല്ല രസമുണ്ട്. മറന്നുപോയി എടുക്കാൻ. സൂപ്പർ സാധനം കഴിച്ച് ഞാൻ ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ കഴിച്ച സാധനം ഇതാണ്. ലൊക്കേഷൻ ലൊക്കേഷൻ പുത്തൂർ. എങ്ങനത്തെ ആർക്കും വരാൻ പറ്റുമെന്ന് അറിയില്ല. ഈ സൈഡ് വരാണെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുക്കും. മനസ്സിലായില്ലേ? ഞാൻ വീട്ടിലല്ല കേട്ടോ. ഇന്ന് വിഷുവിൻ്റെ തലേന്നാണ്. അപ്പം ഞാനുള്ളത് ഞാൻ വർക്ക് ചെയ്യുന്ന, അതായത് ഔട്ട് പോസ്റ്റിങ്ങിന് വന്ന സ്ഥലത്താണ്. അപ്പോൾ കുറച്ച് കാലമായി ഞാൻ വ്ളോഗൊന്നും അപ്ഡേറ്റ് ചെയ്യാത്ത ഇടുന്നത്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, ലോങ് വീഡിയോ ആണ്. ഞാൻ ഇതുവരെ ലോങ് വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ എനിക്ക് ഉണ്ടാവും കേട്ടോ. കാരണം ഞാൻ ഇതുവരെ ലോങ് വീഡിയോസ് അങ്ങനെ ഇട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് ഐ കോണ്ടാക്റ്റ് ഈ സൈഡാണ് ക്യാമറ ഉള്ളത്. അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ പടക്കം പൊട്ടിക്കുന്നു, പിന്നെ വിഷുക്കണിക്ക് ഒരുക്കുന്നു. അപ്പോൾ അതിന് വേണ്ടി റെഡിയായതാണ്. ഒടുക്കത്തെ ചൂടാണ്. അതിൻ്റെ ഇടയിലാണ് ഈ റെഡി ആവലൊക്കെ നടന്നത്. അപ്പോൾ എല്ലാം ഒലിച്ച് പോകുന്ന പോലെ തോന്നുന്നു. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മളെ ലാസ്റ്റാണ്. നാളെ നമ്മൾ ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് പോകും. പിന്നെ നമ്മൾ കോളേജിലായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പറ്റുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. എനിക്ക് അധികം അങ്ങനെ അറിയത്തില്ല. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ എനിക്ക് വരും. അപ്പോൾ എന്നെക്കുറിച്ചും എല്ലാ ഡീറ്റെയിൽസും നമ്മളിങ്ങനെ ഓരോ വ്ളോഗ്സിൽ ഇങ്ങനെ വരും. ആൻഡ് ഇവിടെ വന്ന വീഡിയോസ്, ഇവിടെ നടന്ന വീഡിയോസൊക്കെ ഷോർട്സായിട്ട് ഞാൻ വേറെ, ഇതൊരു വിഷു വ്ളോഗാണ്. മേ ബി 2 പാട്ടുണ്ടാവും. ഇന്ന് രാത്രി നമ്മൾ പടക്കം പൊട്ടിക്കുന്നത്, കണിക്കൊരുക്കുന്നത്, പിന്നെ രാവിലത്തെ കണി, സദ്യയുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോഴാണ് വന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ വന്നിട്ട് നമ്മൾ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനെ ഇവിടെ പടക്കമൊക്കെ പൊട്ടിക്കാൻ തുടങ്ങി. ഗൈസ് പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട്. ഇവിടെ പോയിട്ടൊന്ന് നോക്കാം. വേണ്ടിയിട്ട് ഒരുക്കുന്നുണ്ട് കണിയൊക്കെ. അത്രയൊന്നും ഒരുക്കാൻ വേണ്ട ഗൈസ്. എന്നാലും വിഷുവിൻ്റെ തലേന്നല്ലേ. ഹായ് ആമി ടീൽസ്. ഒരു സാധനം കൂടി ഉണ്ട്. വിളക്ക് വിളക്കൊക്കെ എടുത്തിട്ട് വരുന്നതാണ്. അതുമാണ് വീഡിയോ. അയ്യോ അത് പറയണ്ടല്ലോ. അത് സാരല്ല. ഇല്ല, എനിക്ക് എടുക്കാൻ പറ്റില്ല. അത് താഴെ ഡോക്ടർ. അപ്പൊ ഇത് അത് തുണി ഉള്ളിൽ പോണേ. ഗൈസ് ഇവിടെ ഓൾ ഇൻ ഓൾ അനാമികയാണ്. നെഞ്ചത്ത്
അത് മാങ്ങ ഒക്കെ എടുത്തോളൂ. അത് ചക്ക ഉണ്ട്, ചക്ക വെക്കണ്ട. ചക്ക വെച്ച ശേഷം അതിന് മേലെ മേലെ വെച്ചോണ്ട് വന്നു. ഇതിലൊരു വെറൈറ്റി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കന്നഡക്കാരനായിട്ടുള്ള പ്രദീപ് പദ്ദു ആണ് മലയാളികൾക്ക് കഞ്ഞി വെക്കാൻ പറഞ്ഞു കൊടുക്കണത്. വെള്ളരി എവറിത്തിങ്. ഇത് നീ ശരിക്കും കല്യാണത്തിന് മറ്റേ ഇതെന്തിനീ എടുക്കണം കൊളിച്ചേക്കണം. ഇങ്ങനെ വരുള്ളൂ. ഗൈസ്, ഇതാണ് പടക്കം. നമ്മ പൊളിക്കാൻ പോവാണ്. ഞാൻ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പടക്കം പൊട്ടിക്കുന്നത് സ്റ്റാൻഡ് എടുക്കാൻ വന്നതാണ് ഗൈസ്. അപ്പോൾ സ്റ്റാൻഡൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇതൊക്കെ ഉണ്ടെന്ന്. എനിക്കും വിളിച്ചൊക്കെ കണ്ട എന്തൊക്കെ അവിടെ പോയി ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഇതെല്ലാം കഴിഞ്ഞു. നമ്മളിനി നാളെ രാവിലെ എണീച്ചിട്ട് കണി കാണാൻ പോകണം. പിന്നെ പടക്കൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് ആകെ ക്ഷീണിതമായി. എൻ്റെ ഈ ഒരു സാധനം പൊട്ടി, അതിൻ്റെ വിഷമത്തിലാണ് ഞാനുള്ളത്. അപ്പോൾ ശരി ഗൈസ്. Come a little bit. उठा